കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കുന്നതിനായി RSP CPM ഡീൽ നടന്നതായുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നു. കൊട്ടിക്കലാശത്തിന് തലേ ദിവസം കൊല്ലം ബീച്ച് റോഡിലുള്ള ഹോട്ടലിൽ വെച്ച് RSP സൗത്ത് LC സെക്രട്ടറി അടക്കമുള്ളവർ CPM ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അന്ന് ഇത്തരത്തിലുള്ള പരാതികളും സംശയങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും അന്ന് RSP നേതൃത്വത്തെ മാറ്റിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു വിവാദം ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കുന്നതിനായി വോട്ടുമറിക്കലിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച RSP നടത്തിയതെന്ന വലിയ ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പുറത്തുവന്ന CCTV ദൃശ്യത്തിൽ RSPയുടെ ജില്ലാ നേതാക്കളും CPM നേതാക്കളുമുണ്ട്. ഏകദേശം 1 മണിക്കൂറോളമാണ് ഈ ഒരു കൂടിക്കാഴ്ച തുടർന്നിരുന്നത്. ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനാണ് ഈ വിവരം ആദ്യം ലഭിക്കുന്നത്. അദ്ദേഹം RSP നേതാക്കളെ വിവരം അറിയിച്ചിരുന്നു. ഈ വിവരത്തെ തുടർന്ന് കൂടിക്കാഴ്ച നടത്തിയവരെ RSP നേതൃത്വം വിളിച്ച് താക്കീത് നൽകി അന്ന് വിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ CCTV ദൃശ്യവും പുറത്തു വന്നത്. വലിയ ഗൗരവമുള്ളൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം RSPയുടെ LC സെക്രട്ടറി അടക്കമുള്ളവരാണ് CPM നേതാക്കളുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആരോപണം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കുന്നതിനായി വോട്ട് മറിക്കുന്നതിനുള്ള ഒരു കളിയാണ്, ഒരു ഡീലാണ് നടന്നത് എന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയോ RSP നേതൃത്വമോ അതുപോലെ CPM നേതൃത്വമോ ഔദ്യോഗികമായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.